KTU 2019 Triply 5th semester Synchronous and Induction Machines Module 2. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന രണ്ട് ടോപ്പിക്സ് MMF മെത്തേഡിൻ്റെയും സീറോ പവർ ഫാക്ടർ മെത്തേഡിൻ്റെയും സ്റ്റെപ്സാണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്തതിൻ്റെ സ്റ്റെപ്സാണ്. സോ അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും, ഓൾറെഡി നമ്മൾ പ്രോബ്ലംസ് ചെയ്തതുകൊണ്ട്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ASA മെത്തേഡാണ്. ഇത് ZPF CARA അല്ലെങ്കിൽ ZPF മെത്തേഡിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് മെത്തേഡാണ്, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ZPF മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ റിസൾട്ടിൻ്റെ IF കണ്ടിട്ട് ആ IFനെ പ്രൊജക്റ്റ് ചെയ്ത് OCCയിൽ ടച്ച് ചെയ്ത് കണ്ടുപിടിക്കുമല്ലോ. ആ യുടെ മാർക്കിംഗ് ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ ആ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ആ വരച്ചിരിക്കുന്ന ടാൻജൻറ്റും OCCൻ്റെ ഇടയിലുള്ള FG എന്ന് പറയുന്ന എയർ ഗ്യാപ്പ് ലെങ്ത്തും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് റിസൾട്ടൻ്റ് IFൻ്റെ കൂടെ നമ്മൾ ഈ FGയുടെ വാല്യൂം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ടോട്ടൽ ഫീൽഡ് കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ഒന്നും കൂടെ നമ്മൾ OCCയിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് കണ്ടെത്തുക. അതായിരിക്കും ഫൈനൽ നമ്മളുടെ നോട്ട്. നെക്സ്റ്റ് ബ്ലോണ്ടിൽസ് ടു റിയാക്ഷൻ തിയറിയാണ്. ഇത് സാലിയൻ പോൾ മെഷീൻസിലുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ നമ്മൾ സാലിയൻ പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പോൾസിൻ്റെ അറ്റം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ് റോട്ടേഴ്സ് ഉള്ള മെഷീൻസാണ് സാലിയൻ പോൾ. നമുക്ക് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ പോൾസ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുമ്പോൾ ആ പോൾസിൻ്റെ അതേ ആക്സിസിൽ എയർ ഗ്യാപ്പ് ഡിഫറെൻ്റ് ആണ്. ആ പോൾസിൻ്റെ ഇടയിലുള്ള ആക്സിസിൽ വേറെ എയർ ഗ്യാപ്പാണ്. അപ്പോൾ എലോങ് ദി പോളാർ ആക്സിസ് എയർ ഗ്യാപ്പ് കുറവും പോൾസിൻ്റെ ഇടയിൽ വരുന്ന ആക്സിസിൽ എയർ ഗ്യാപ്പ് കൂടുതലുമാണ്. അപ്പോൾ എയർ ഗ്യാപ്പ് മാറിക്കഴിഞ്ഞാൽ റിലക്റ്റൻസിൻ്റെ എഫക്റ്റ് മാറും. റിലക്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ അവിടെ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ മാറും. അപ്പോൾ ആക്ച്വലി പോളിൻ്റെ ആക്സിസിലുള്ള ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കില്ല ആ ഇൻ്റർപോളാർ ആക്സിസിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ രണ്ട് ആക്സിസ് കൺസിഡർ ചെയ്യും. അപ്പോൾ പോളിൻ്റെ ഡയറക്ഷനിലുള്ള ആക്സിസിനെ ഡയറക്റ്റ് ആക്സിസ് എന്നും ഇൻ്റർപോളാർ ആക്സിസിനെ നമ്മൾ ക്വാഡ്രേച്ചർ ആക്സിസ് എന്ന് വിളിക്കും. സോ രണ്ട് ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ആർമേച്ചർ കറണ്ടിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ഡയറക്റ്റ് ആക്സിസ് കറണ്ട് IDയും ക്വാഡ്രേച്ചർ ആക്സിസ് കറണ്ട് IQ. ഇനി അതുപോലെ തന്നെ നമ്മൾ റിയാക്റ്റൻസിൻ്റെ എഫക്റ്റ്, ആർമേച്ചർ റിയാക്റ്റൻസ് XAയും അതുപോലെ ലീക്കേജ് റിയാക്റ്റൻസ് XLും ആണ് ഒരു മെഷീനിൽ ഉണ്ടാകുന്ന ടോട്ടൽ റിയാക്റ്റൻസ്. അപ്പോൾ ഈ കേസിൽ അത് കൺസിഡർ ചെയ്യുമ്പോൾ ആർമേച്ചർ റിയാക്റ്റൻസിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ഡയറക്റ്റ് ആക്സിസും ക്വാഡ്രേച്ചർ ആക്സിസും. അതുപോലെ തന്നെ ലീക്കേജ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാ ആക്സിസിലും ഒരേപോലെയാണ്, കാരണം അത് സ്റ്റേറ്ററിൽ ഉണ്ടാവുന്നതാണ് ലീക്കേജ് റിയാക്റ്റൻസ്. അപ്പോൾ എലോങ് ദ ഡയറക്റ്റ് ആക്സിസ് ആണെങ്കിലും ക്വാഡ്രേച്ചർ ആക്സിസ് ആണെങ്കിലും ലീക്കേജ് റിയാക്റ്റൻസിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം വരില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ റിയാക്റ്റൻസ് എലോങ് ഡയറക്റ്റ് ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ ആർമേച്ചർ റിയാക്റ്റൻസ് എലോങ് ദ ഡയറക്റ്റ് ആക്സിസ് XAD പ്ലസ് ലീക്കേജ് വരും. അതുപോലെ തന്നെ ക്വാഡ്രേച്ചർ ആക്സിസ് റിയാക്റ്റൻസ് എന്ന് പറയുമ്പോൾ XAQ പ്ലസ് XL വരും. അടുത്തത് സാലിയൻ പോൾ ടൈപ്പ് മെഷീൻ്റെ ഫേസർ ഡയഗ്രാമാണ്. അപ്പോൾ ഇതിലാദ്യം നോട്ട് വരയ്ക്കുക. നോട്ടിൻ്റെ അതേ ആക്സിസിലായിരിക്കും ക്വാഡ്രേച്ചർ ആക്സിസിൻ്റെ കറണ്ട് വരുന്നത്. അപ്പോൾ നോട്ടിൻ്റെ അതേ ആക്സിസിൽ IQ വരയ്ക്കുക. ക്വാഡ്രേച്ചർ ആക്സിസ് കറണ്ടിന് പെർപെൻഡിക്കുലറായിട്ട് ഡയറക്റ്റ് ആക്സിസ് കറണ്ട് വരയ്ക്കുക. ഈ IQ IDൻ്റെ റിസൾട്ടൻ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർമേച്ചർ കറണ്ട് IA കിട്ടും. ഇനി ഈ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് ലാഗിങ് കറണ്ട് ആയിരിക്കും. സോ അതിനെ ലീഡ് ചെയ്തിട്ട് ഒരു ആംഗിൾ ഫൈയിൽ വോൾട്ടേജ് V വരയ്ക്കാം. ഇനി ഈ വിൻ്റെ കൂടെ ബാക്കിയുള്ള മെഷീൻ്റെ ഡ്രോപ്പുകൾ ആഡ് ചെയ്താൽ നമുക്ക് റിസൾട്ടൻ്റ് നോട്ടിലേക്ക് എത്താം. അപ്പോൾ വിയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഡ്രോപ്പുകൾ ഒന്ന് ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ ഡ്രോപ്പാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പഠിച്ചതാണ് ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ. ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ സെയിം ഫേസ് ആണ് വരിക. അപ്പോൾ നമ്മളിവിടെ IAക്ക് പാരലായിട്ട് വരയ്ക്കുക. ബാക്കി രണ്ട് റിയാക്റ്റൻസ് ഡ്രോപ്പുകളും എപ്പോഴും കറണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ID XD എന്ന് പറഞ്ഞ ഡ്രോപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ IDക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം വരയ്ക്കാൻ. അതുപോലെ IQ XQൻ്റെ ഡ്രോപ്പ് വരയ്ക്കുമ്പോൾ IQന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. അപ്പോൾ വോൾട്ടേജിൻ്റെ കൂടെ ഈ മൂന്ന് ഡ്രോപ്പുകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോട്ട് കിട്ടുന്നത്. അപ്പോൾ IQ XQ നമ്മൾ വരച്ചിരിക്കുന്ന നോട്ടിലേക്ക് നേരെ ജോയിൻ ചെയ്യുക. ഫേസർ ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് സാലിയൻ പോൾ മെഷീൻസിലെ പ്രോബ്ലംസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. അത് ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. പ്രോബ്ലംസ് കൂടുതലും നമുക്ക് സിലിണ്ടറിക്കൽ പോൾ ടൈപ്പിൽ നിന്നാണ് വരിക. നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ പഠിച്ചല്ലോ, അതിൽ നിന്നാണ് കൂടുതലും പ്രോബ്ലംസ് വരിക. നെക്സ്റ്റ് സ്ലിപ്പ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ആക്സിസ് റിയാക്റ്റൻസും ക്വാഡ്രേച്ചർ ആക്സിസ് റിയാക്റ്റൻസും കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് സ്ലിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്.
ഇതിൽ ആദ്യം നമ്മൾ ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് വൈൻഡിങ് ഓപ്പൺ ആക്കി വെക്കും. അപ്പോൾ ഫീൽഡ് വൈൻഡിങ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നമ്മളൊരു റെഡ്യൂസ്ഡ് 3 ഫേസ് വോൾട്ടേജ് സപ്ലൈ കൊടുക്കും. ഇനി നമ്മളൊരു പ്രൈം മൂവർ വെച്ചിട്ട് മെഷീനെ റൊട്ടേറ്റ് ചെയ്യിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്ററിലും അമീറ്ററിലും മാക്സിമത്തിലും മിനിമത്തിലും ഡിഫ്ലക്ഷൻസ് കാണിക്കും. അപ്പോൾ വോൾട്ട് മീറ്ററിൽ മാക്സിമം ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ അമീറ്ററിൽ മിനിമം ആയിരിക്കും. ഈ മാക്സിമം വോൾട്ടേജ് ബൈ മിനിമം കറണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആക്സസിൻ്റെ കമ്പോണൻറ്റ് കിട്ടും. അതുപോലെ വോൾട്ട് മീറ്ററിൽ മിനിമം റീഡിംഗ് കാണിക്കുമ്പോൾ അമീറ്ററിൽ മാക്സിമം റീഡിംഗ് ആയിരിക്കും. സോ ഈ മിനിമം വോൾട്ടേജ് ബൈ മാക്സിമം കറണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്വാഡ്രേച്ചർ ആക്സസിൻ്റെ റിയാക്ടൻസസിൻ്റെ വാല്യൂ കിട്ടും. നെക്സ്റ്റ് ടോപ്പിക്ക് പാരലൽ ഓപ്പറേഷനാണ്. പാരലൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്ററിനെ മറ്റൊരു ഓൾട്ടർനേറ്ററായിട്ടോ അല്ലെങ്കിൽ ബസ് ബാറായിട്ടോ പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നതിനെയാണ് പാരലൽ ഓപ്പറേഷൻ എന്ന് പറയാം. മെഷീൻസ് പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ നീഡ്സും അതുപോലെ പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം, ഈ 2 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. സപ്പോസ് ഒരു 400 വാട്ടിൻ്റെ ലോഡ് ഒരു 500 വാട്ടിൻ്റെ ഓൾട്ടർനേറ്റർ സപ്ലൈ ആണെന്ന് വിചാരിക്കാം. ഇനി ആ ലോഡ് റിക്വയർമെൻറ്റ് കൂടിയിട്ട് അത് 800 വാട്ടായി. അപ്പോൾ നമ്മൾ ഈ അഡീഷണൽ ലോഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 500 വാട്ട് ഓൾട്ടർനേറ്ററിൻ്റെ കൂടെ ഒരു 500 വാട്ടിൻ്റെ ഓൾട്ടർനേറ്ററും കൂടെ പാരലായിട്ട് ആഡ് ചെയ്യും. സോ ഒരു സിംഗിൾ ഓൾട്ടർനേറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹയർ കപ്പാസിറ്റി ഉള്ള ഓൾട്ടർനേറ്റർ വെച്ചിട്ട് ഫുൾ ലോഡ് മീറ്റ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും എക്കണോമിക്കലും എഫിഷ്യൻറ്റും ആയിരിക്കും ഒരു ലോഡ് 2 പേര് ഷെയർ ചെയ്യുന്നത്. ഓൾട്ടർനേറ്റേഴ്സ് എപ്പോഴും അതിൻ്റെ റേറ്റഡ് ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇൻ കേസ് ലോഡ് കുറയുവാണെങ്കിൽ ബാക്ക് ടു നോർമൽ ലോഡ് വരുവാണെങ്കിൽ നമുക്ക് ഒരു ഓൾട്ടർനേറ്റർ സ്വിച്ച് ഓഫ് ചെയ്താൽ അഗെയിൻ ഒരു ഓൾട്ടർനേറ്റർ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ തന്നെ റൺ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാനും പാരലൽ ഓപ്പറേഷൻ നല്ലതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്ററിന് ഫോൾട്ട് വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്ററിന് മെയിൻ്റനൻസോ റിപ്പയറോ ചെയ്യണം എന്നുണ്ടെങ്കിൽ പാരലായിട്ട് മറ്റൊന്നിനെ സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് സപ്ലൈ പോകാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് മെയിൻ കണ്ടീഷൻസ് എന്ന് പറയുന്നത് സെയിം ടെർമിനൽ വോൾട്ടേജ് തന്നെയായിരിക്കണം സ്വിച്ച് ചെയ്യുന്ന ഓൾട്ടർനേറ്ററിനും ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്യുന്ന ഓൾട്ടർനേറ്ററിനും. അതുപോലെ തന്നെ ഈ 2 ഓൾട്ടർനേറ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ ബസ് ബാറിലേക്കാണ് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ബസ് ബാറിൻ്റെ ഗ്രിഡ് വോൾട്ടേജിൻ്റെ അതേ വോൾട്ടേജ് തന്നെയായിരിക്കണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്ററിൻ്റെ വോൾട്ടേജ്. അതുപോലെ തന്നെ ഗ്രിഡിൻ്റെ ഫ്രീക്വൻസി തന്നെയായിരിക്കണം ഓൾട്ടർനേറ്ററിൻ്റെ ഫ്രീക്വൻസി. സെയിം ഫേസ് സീക്വൻസ് തന്നെ ഗ്രിഡിലേക്ക് ഓൾട്ടർനേറ്റർ ഗ്രിഡിൻ്റെ അതേ ഫേസിൽ സെയിം ഫേസിൽ തന്നെ വേണം ഓൾട്ടർനേറ്ററിൻ്റെ ഫേസസും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ സെയിം ടെർമിനൽ വോൾട്ടേജ്, സെയിം ഫ്രീക്വൻസി, സെയിം ഫേസ് സീക്വൻസ്. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓൾട്ടർനേറ്റേഴ്സിനെ പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ. അപ്പോൾ ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യും. അതാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, സിങ്ക്രണൈസിങ് മെത്തേഡ്സ്. ടെർമിനൽ വോൾട്ടേജ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ടർനേറ്ററിൻ്റെ എക്സൈറ്റേഷൻ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ട് ഓൾട്ടർനേറ്ററിൻ്റെ എക്സൈറ്റേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് സെയിം വോൾട്ടേജ് ആക്കിയിട്ട് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാം. ഫേസ് സീക്വൻസും ഫ്രീക്വൻസിയും കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ബാക്കിയുള്ള സിങ്ക്രണൈസേഷൻ മെത്തേഡ്സ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ 2 ഡാർക്ക് ലൈൻ മെത്തേഡാണ്. ഈ മെത്തേഡ് നമ്മൾ സിംഗിൾ ഫേസ് ഓൾട്ടർനേറ്റേഴ്സിൻ്റെ ഫ്രീക്വൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെഷീൻ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ മെഷീൻ 1 ഓൾറെഡി ബസ് ബാറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന മെഷീനാണ്, ഓൾറെഡി റണ്ണിങ് ആണ്. മെഷീൻ 2 ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻകമിങ് മെഷീൻ. ഈ ഇൻകമിങ് മെഷീനിൽ 2 ലാംപ്സ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇനീഷ്യലി ഈ ലാംപ്സ് ബ്രൈറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സർക്യൂട്ടിലൊരു കറണ്ട് ഫ്ലോ ഉണ്ടെന്നാണ്. അപ്പോൾ കറണ്ട് ഫ്ലോ വരണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് എപ്പോഴാണ്? രണ്ട് മെഷീൻസിൻ്റെയും ഫ്രീക്വൻസീസ് ഡിഫറൻസ് വരുമ്പോഴാണ്. സോ ലാംപ്സ് ബ്രൈറ്റ് ആണെങ്കിൽ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണെന്നർത്ഥം. സോ ഇത് ലാംപ്സ് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് എത്തിക്കഴിയുമ്പോൾ 2 ലാംപ്സും ഡാർക്ക് ആവും. 2 ലാംപ്സും ഡാർക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ 0 ആയി എന്നാണ്. സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ 0 ആയി എന്ന് പറഞ്ഞാൽ ഫേസ് ഫ്രീക്വൻസി സെയിം ആയി എന്നർത്ഥം. അപ്പോൾ 2 ലാംപ്സും ഡാർക്ക് ആകുമ്പോഴാണ് നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്തിട്ട് ഇൻകമിങ് മെഷീനെ ബസ് ബാർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററായിട്ട്
സിങ്ക്രണൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 3 ഡാർക്ക് ലാമ്പ് മെത്തേഡാണ്. നമ്മൾ 3 ഫേസ് ഓൾട്ടർനേറ്ററിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ ഫേസ് സീക്വൻസും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 3 ഫേസസിലും 3 ലാമ്പ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻകമിങ് മെഷീൻ്റെ ഫേസ് കണക്ഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ ലാമ്പ്സ് മാറി മാറി ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ഒരുമിച്ചല്ല, ഓരോന്നും മാറി മാറി കത്തുകയും കെടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഫേസ് സീക്വൻസ് കറക്റ്റ് അല്ല എന്നാണ്. അതിനുശേഷം നമ്മൾ ഫേസ് സീക്വൻസ് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒരേ സമയം കത്തുകയും കെടുകയും ചെയ്യും. അതിനുശേഷം 3 ലാമ്പ്സും ഒരേ സമയം കെടുമ്പോൾ അവിടെ ഫ്രീക്വൻസി സെയിം ആയി എന്നർത്ഥം. സോ നമ്മളവിടെ 3 ലാമ്പ്സ് ഡാർക്ക് ആകുമ്പോഴാണ് ഇൻകമിങ് മെഷീനെ ബസ് ബാറിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് 2 ബ്രൈറ്റ് ആൻഡ് 1 ഡാർക്ക് ലാമ്പ് മെത്തേഡാണ്. ഈ മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മെഷീൻ്റെ ഫ്രീക്വൻസി ആണ് കൂടുതൽ അല്ലെങ്കിൽ ഏതിലാണ് കുറവ് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇൻകമിങ് മെഷീൻ്റെ ഒരു ഫേസ് കറക്റ്റ് ഗ്രിഡിൻ്റെ അതേ ഫേസിലേക്ക് തന്നെ കണക്ട് ചെയ്യും. ബാക്കി 2 ഫേസസ് ഇൻ്റർചേഞ്ച് ചെയ്താണ് കണക്ട് ചെയ്യുക. ഈ 3 ഫേസിലേക്ക് 3 ലാമ്പ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ലാമ്പ്സ് ഒരു ഓർഡറിലാണ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ആവുന്നത്. അപ്പോൾ ഈ ലാമ്പ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ബ്രൈറ്റ് ആവുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻകമിങ് മെഷീൻ സ്ലോ ആണെന്നാണ് അർത്ഥം. അപ്പോൾ സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്പീഡ് ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ ഇൻകമിങ് മെഷീൻ്റെ ഫ്രീക്വൻസി കുറവാണ് കമ്പയർഡ് ടു ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീൻ അല്ലെങ്കിൽ ബസ് ബാറിൻ്റെ. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി കൂട്ടി നമുക്ക് ഫ്രീക്വൻസി ഈക്വലൈസ് ചെയ്യാം. അതല്ല, ഈ ലാമ്പ്സ് ഒരു ക്ലോക്ക് വൈസ് പാറ്റേണിലാണ് ബ്രൈറ്റ് ആവുന്നത് എന്നുണ്ടെങ്കിൽ ഇൻകമിങ് മെഷീൻ ഫാസ്റ്റ് ആണെന്നർത്ഥം. ദാറ്റ് മീൻസ് ഇൻകമിങ് മെഷീൻ്റെ ഫ്രീക്വൻസി ഓൾറെഡി ഉള്ളതിനേക്കാളും കൂടുതലാണെന്നർത്ഥം. അപ്പം നമുക്ക് ഫ്രീക്വൻസി കുറച്ചിട്ട് അതിൻ്റെ ഫ്രീക്വൻസീസ് ഈക്വലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെപ്പോഴാണ് നമ്മൾ ക്ലോസ് സ്വിച്ചിങ് അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ സെയിം ഫേസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലാമ്പ് ഡാർക്ക് ആവുകയും ഓപ്പോസിറ്റ് ഫേസസ് അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്ത ഫേസസിലുള്ള ലാമ്പ്സ് ബ്രൈറ്റ് ആവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സിങ്ക്രണൈസ് ചെയ്യുന്നത് ഇൻകമിങ് മെഷീനെ. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡിനെ 2 ബ്രൈറ്റ് ആൻഡ് 1 ഡാർക്ക് ലാമ്പ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഈ മെത്തേഡിനെ തന്നെയാണ് ബ്രൈറ്റ് ലാമ്പ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ സിങ്ക്രോസ്കോപ്പാണ്. ഇതൊരു സിംഗിൾ ഫേസ് സിങ്ക്രണൈസേഷൻ ഡിവൈസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി ഫേസ് സീക്വൻസ് കറക്റ്റാണോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റില്ല, ഫ്രീക്വൻസി ഈക്വലൈസ് ചെയ്യാൻ മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി ഫേസ് കറക്റ്റ് ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്ററിൽ നമുക്കൊരു സിങ്ക്രോസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഡയലിൽ അതിൻ്റെ നീഡിൽ ക്ലോക്ക് വൈസ് ആയിട്ട് പോവുകയാണെങ്കിൽ മെഷീൻ ഫാസ്റ്റായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യണമെന്ന് അർത്ഥം. അപ്പോൾ ഫ്രീക്വൻസി കൂടുതലാണെന്ന് അർത്ഥം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അതിൻ്റെ പോയിൻ്റർ പോകുന്നത് എന്നുണ്ടെങ്കിൽ മെഷീൻ സ്ലോ ആണ്, സോ ഫ്രീക്വൻസി കുറവാണ്. അപ്പോൾ ആ പോയിൻ്റർ വന്നിട്ട് നേരെ വരുമ്പോഴാണ് 2 ഫ്രീക്വൻസിയും ഈക്വലായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ നമ്മൾ പോയിൻ്റർ നേരെ വരുന്ന പൊസിഷനിൽ വെച്ചിട്ടായിരിക്കും ഇതിന് സ്വിച്ച് ചെയ്യുന്നത്, അപ്പോൾ അല്ലെങ്കിൽ പാരലൽ സ്വിച്ച് ക്ലോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് സിങ്ക്രണൈസിങ് പവറും സിങ്ക്രണൈസിങ് കറണ്ടുമാണ്. 2 ഓൾട്ടർനേറ്റേഴ്സ് പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ടെർമിനൽ വോൾട്ടേജസ് സെയിം ആയതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല. സോ കറണ്ട് 0 ആയിരിക്കും, ആ ലോഡ് സർക്യൂട്ടിൽ കറണ്ട് 0 ആയിരിക്കും. ബട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എക്സൈറ്റേഷനിൽ ചേഞ്ച് വന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ E2ൻ്റെ എക്സൈറ്റേഷൻ കുറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടിൻ്റെയും ടെർമിനൽ വോൾട്ടേജസിൽ ഡിഫറൻസ് വരുമ്പോൾ അവിടെ ഒരു റിസൾട്ടൻറ്റ് വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു റിസൾട്ടൻറ്റ് വോൾട്ടേജ് കാരണം ആ ലോക്കൽ സർക്യൂട്ടിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ടിനെയാണ് നമ്മൾ സിങ്ക്രണൈസിങ് കറണ്ട് എന്ന് പറയുന്നത്. ഈ കറണ്ട് ഫ്ലോ കാരണം ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പവറിനെയാണ് നമ്മൾ സിങ്ക്രണൈസിങ് പവർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷനും അതിൻ്റെ ഡെറിവേഷനാണ് ഉള്ളത്. പിന്നെ ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ ബൈ സ്പീഡാണ്. അപ്പോൾ സിങ്ക്രണൈസിങ് പവറിൻ്റെ റിലേഷനെ സ്പീഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിങ്ക്രണൈസിങ് ടോർക്കിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 2 ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ടോപ്പിക്ക് EMF മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെഗുലേഷൻ എന്തുകൊണ്ടാണ് ആക്ച്വൽ വാല്യൂവിനേക്കാളും കൂടുതൽ എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ചോദിക്കാം. EMF മെത്തേഡിനെ പെസിമിസ്റ്റിക് മെത്തേഡെന്നും MMF മെത്തേഡിനെ ഓപ്റ്റിമിസ്റ്റിക് മെത്തേഡെന്നും വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. EMF മെത്തേഡിൽ നമ്മൾ സിങ്ക്രണസ് ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്ററിൻ്റെ അൺസാച്ചുറേറ്റഡ് ഓപ്പറേഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ ഈ ഓൾട്ടർനേറ്റർ സാച്ചുറേറ്റഡ് റീജിയനിലും ഓപ്പറേറ്റ് ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സിങ്ക്രണസ് ഇമ്പിഡൻസിനേക്കാളും കുറവായിരിക്കും ആക്ച്വൽ സിങ്ക്രണസ് ഇമ്പിഡൻസ്. സോ നമ്മൾ ഈ EMF മെത്തേഡ് വെച്ച് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കുമ്പോൾ ആക്ച്വൽ വാല്യൂവിനേക്കാളും ഒരുപാട് കൂടുതലായിട്ടായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുക. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഇത് റിലേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ EMF മെത്തേഡും MMF മെത്തേഡും വെച്ച് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂവിലുള്ള വേരിയേഷൻ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ ആണ്. ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് ഫീൽഡ് കറണ്ടുകളുടെ റേഷ്യോനെയാണ്. ഓൾട്ടർനേറ്ററിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ റേറ്റഡ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഫീൽഡ് കറണ്ട് ടു നമ്മൾ ഓൾട്ടർനേറ്ററിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ റേറ്റഡ് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ഫീൽഡ് കറണ്ട്, ഈ രണ്ട് ഫീൽഡ് കറണ്ടുകളുടെയും റേഷ്യോനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ OCCയുടെ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. OCCയുടെയും അതുപോലെ SCCയുടെയും ക്യാര വരച്ചിട്ടുണ്ട്. അതിൽ റേറ്റഡ് വോൾട്ടേജിൻ്റെയും റേറ്റഡ് കറണ്ടിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീൽഡ് കറൻസ് നമുക്ക് അതാത് ക്യാരയിൽ ടച്ച് ചെയ്തിട്ട് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോ ലോഡ് വോൾട്ടേജിൻ്റെ ഫീൽഡ് കറണ്ടും അതുപോലെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൻ്റെ ഫീൽഡ് കറണ്ടും കിട്ടും. സോ അത് തമ്മിലുള്ള റേഷ്യോ എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ.